الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതമാകുന്ന വലിയ അവസരത്തെ യഥാർത്ഥ ജീവിതത്തിന്റെ ലോകമായ പരലോകത്തിനു വേണ്ടി ക്രമീകരിക്കുവാനും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം സത്യത്തിന്റെ മാർഗത്തിൽ ഹക്കിന്റെ കൂടെ നിലകൊള്ളുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തെ ഏതൊരു കോണിലൂടെ നോക്കിയാലും അവൻ അസ്വസ്ഥതയുടെ വ്യത്യസ്ത തലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആകുലതകളും വ്യാകുലതകളും നേറുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ സമാധാനം കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ലഹരിയിലൂടെയും തെറ്റായ വഴിവിട്ട ബന്ധങ്ങളിലൂടെയും മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും തനിക്ക് ഇഷ്ടമുള്ള മാർഗം തെരഞ്ഞുപിടിച്ച് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ, സമാധാനമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യവർഗമുണ്ട്. എന്നാൽ ആത്യന്തികമായി ഒരു മനുഷ്യൻ അവന് നിർഭയത്വവും സമാധാനവും നേടിയെടുക്കാൻ പറ്റുന്നത് അള്ളാഹുവിലുള്ള അടിയുറച്ച ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിലാണ്. ആ വിശ്വാസം ഉറച്ച ഒരു മനുഷ്യന് എന്തൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ അവൻ നീറിപ്പുകഞ്ഞാലും അവൻ തളരില്ല. അവൻക്കൊരു ബോധ്യമുണ്ടാകും, ഒരു ബോധമുണ്ടാകും, ഞാൻ പടച്ചോന്റെ മഖ്ലൂഖാണ്, ഞാൻ പടച്ചോന്റെ അടിമയാണ്, ഞാൻ പടച്ച റബ്ബിനോട് കീഴ്പ്പെടേണ്ടവനാണ് എന്ന തികഞ്ഞ ദൈവവിശ്വാസം, പരലോക വിശ്വാസം അവനെ ഏറെ സമാധാനമുള്ളവനാക്കി മാറ്റിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ അൻആമിന്റെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, വിശ്വാസത്തിൽ ഈമാനിൽ അക്രമം കലരാത്തവരായ വിശ്വാസികൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ടാകും, അവർക്ക് സമാധാനം ഉണ്ടാകും. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗികളുമായിരിക്കും, അവർ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്ന സമയത്ത് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബത്ത് വന്ന് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങളിൽ ആരാണ് ഇവിടെ ദുൽമ ചെയ്യാത്തവർ? എന്തെങ്കിലുമൊക്കെ ദുൽമ സംഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ആയത്തിറങ്ങി,
ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ശിർക്ക് സംഭവിക്കലാണ്. ഈമാനിൽ, വിശ്വാസത്തിൽ ബഹുദൈവ വിശ്വാസം കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അക്രമം. അത് വരുന്നതോടുകൂടെ ആ മനുഷ്യന്റെ സ്വർഗം പോയി. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ആരാധനയിൽ ഏതെങ്കിലും നിലക്ക് അല്ലാഹുവിന് ഒരു തുല്യനായി പങ്കുകാരനെ വെച്ചാൽ അവന്റെ സ്വർഗം നിഷിദ്ധമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമായിരിക്കും. ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. വിശുദ്ധ ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചാൽ അവന്റെ നിർഭയത്വം അതോടെ നഷ്ടപ്പെടുകയാണ്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അയാൾ മറ്റൊരു ലെവലിലേക്ക് നീക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ പല ഗ്രാമങ്ങളെയും നാടുകളെയും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, വലൗ അന്നഹ്ലൽ ഖുറാ ആമനു, ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാം സത്യവിശ്വാസം ശരിക്ക് സ്വീകരിച്ചിരുന്നെങ്കിൽ, വത്തഖൂ, എന്നിട്ട് അല്ലാഹുവിൽ തഖ്വ പാലിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെ ശരിക്കൊന്ന് പാലിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശലോകത്തുനിന്നും ഭൂമി ലോകത്തുനിന്നും ആ നാട്ടിൽ ധാരാളം ബറക്കത്ത് വീഴുമായിരുന്നു. എങ്ങനെ ബറക്കത്ത് കിട്ടുക? ആമനു വത്തഖൂ, സത്യവിശ്വാസം ശരിപ്പെടുക, നല്ല തഖ്വയിലായി ജീവിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നല്ല പോലെ നിർഭയത്വവും ബറകാത്തും നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ എന്താണ് ആ നാട്ടുകാർക്ക് പറ്റിയത്? വലാകിൻ കദ്ദബൂ, അവർ അല്ലാഹനെ നിഷേധിച്ചു, തൗഹീദ് അംഗീകരിച്ചില്ല. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയതിന്റെ ഭാഗമായി അവർ നരകമല്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് രണ്ട് ലോകത്തും മേടിച്ചു കൂട്ടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്കൊരു നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിക്കുക, യഥാർത്ഥ തൗഹീദിലേക്ക് വരിക. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് ഹൃദയം സമാധാനമടയുക. അല്ലാഹു എന്ന ചിന്തയും സ്മരണയുമാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുന്നത്. മതം വേണ്ട, പടച്ചോൻ വേണ്ട, ദൈവം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നവർ പിന്നീട് അങ്കലാപ്പിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണോ? അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണത് കിട്ടുക, ദിക്ർ കൊണ്ടാണത് ലഭിക്കുക. അമ്പിയാക്കന്മാര് ഈ കാര്യം ജനങ്ങളോട് ഗൗരവത്തോടെ പഠിപ്പിച്ചു. 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാര് അതാത് നാടുകളിൽ പഠിപ്പിച്ചു. നമുക്കൊക്കെ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? പറയാൻ താല്പര്യമുണ്ടോ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, മുമ്പ് നിയോഗിച്ച എല്ലാ നബിമാരെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈ, അവർക്ക് വഹയി കൊടുക്കാതെ പോയിട്ടില്ല. എന്താ വഹയി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരാരാധ്യനില്ലാതെ പറയാത്ത, വഹയി കൊടുക്കാത്ത ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ല. ആ നബിമാർക്ക് കൊടുത്ത വഹയിന്റെ പ്രധാന കാതൽ അതായിരുന്നു. അവർ നാട്ടിൽ പോയിട്ട് ജനങ്ങളോട് പറഞ്ഞതും അല്ലാഹുവിനെ ആരാധിക്കാനും വിശ്വസിക്കാനുമായിരുന്നു. നമ്മളോടും ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഇലാഹില്ല എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. ഈ ദുനിയാവിൽ മാത്രല്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ വിശ്വാസം ശരിപ്പെടണം. ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി, അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഹദീസിൽ പറഞ്ഞ വാക്കാണ്, ഒരാൾക്ക് നരകം ഹറാമാക്കിയിട്ടുണ്ട്. ആരാണ് അയാൾ? മൻ ഖാല, ഒരുത്തൻ പറഞ്ഞ ഒരുത്തനാണ്. എന്ത് പറഞ്ഞവൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ്,
മരിക്കണതിന്റെ മുമ്പ്, മരിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് അല്ല, ജീവിതത്തിൽ ഒരിക്കൽ തന്റെ കൽബിൽ നിന്ന് ഉറച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പുണ്യവും വജ്ഹും ഉദ്ദേശിച്ച് അത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അവന് നരകം നിഷിദ്ധമാക്കുകയാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആശയത്തെ തന്റെ പ്രിയപ്പെട്ട നാടുകളിൽ ചെന്ന് സംസാരിച്ചപ്പോഴൊക്കെ നല്ല വിമർശനങ്ങൾ ഉണ്ടായി. ഭരണാധികാരികൾ അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല പ്രതികൂലമായ ഒട്ടനേകം പ്രശ്നങ്ങളുണ്ടായി. അതിലെല്ലാം പിടിച്ച് അദ്ദേഹം എഴുതിയ കിതാബിൽ കാണാം, മാദാ യസ്നഉ അഅദാഇ ബി, എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം എന്നെ കൊല്ലാനല്ലേ പറ്റുക. എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അന ജന്നതി വബുസ്താനി ഫീ സദ്രി, എന്റെ സ്വർഗവും എന്റെ പൂന്തോട്ടവും എന്റെ നെഞ്ചിലാണ്. അത് തകർക്കാൻ കഴിയോ? എന്റെ ഈമാനിലാണ്, എന്റെ തൗഹീദിലാണ് എന്റെ സ്വർഗം കിടക്കുന്നത്. അതിനെ തകർക്കാൻ, എന്റെ ശരീരത്തിനെ തകർത്താൽ, എന്നെ ജയിലിൽ അടച്ചാൽ, എന്നെ കൊന്നുകളഞ്ഞാൽ ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് കഴിയുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ച് തൗഹീദിലേക്ക് മുറുകെ പിടിച്ചു ശരിയായി ജീവിച്ചില്ലെങ്കിൽ, വമയുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർത്ത് ഒരാൾ ജീവിച്ചാൽ, ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തുനിന്ന് നിലത്തേക്ക് വീണ പോലെയാണ്. 2000 മീറ്റർ ഉയർത്തി പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ, ഒരു 4000 മീറ്റർ ഉയർത്തി പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണവന്റെ അവസ്ഥ എന്താണ്? ആകാശത്തുനിന്ന് താഴേക്ക് വീണവനെ പോലെയാണ് അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിക്കുന്നവൻ. എന്നിട്ട് ഖുർആൻ പറയാ, ഫതഖ്തഫുഹു ത്വയ്റു, ഒന്നുകിൽ ആ വീഴുന്നതിന്റെ ഇടയിൽ അവനെ പക്ഷികൾ വന്ന് റാഞ്ചിയെടുക്കാം, ഔ തഹ്ബീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖിൻ, അല്ലെങ്കിൽ ദൂരമായ ഏതെങ്കിലും മലമുകളിലേക്ക്, പാറമടയിലേക്ക് എവിടെയെങ്കിലും അവനെ കാറ്റ് കൊണ്ടുപോയി അടിച്ച് തകിടം മറിഞ്ഞേക്കാം. അവന്റെ കഥ കഴിഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ ശിർക്ക് സംഭവിക്കുന്ന മനുഷ്യന്റെ ജീവിതം ആടി ഉലഞ്ഞ ജീവിതമാണ്, തകർന്ന് തരിപ്പണമായ ജീവിതമാണ്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയിലേക്ക് അവന്റെ കാര്യങ്ങൾ കൈവിട്ടുപോകും, ചെരടറ്റു പോകുന്ന പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നൊരാൾ തിരിഞ്ഞു നടന്നാൽ കുടുസേറിയ ജീവിതം അയാൾക്ക് ഇട്ടുകൊടുക്കും. നമ്മുടെ കൽബിനെ ഈമാൻ കൊണ്ട് നിറക്കണം, തൗഹീദ് കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണം. വികലമായ തെറ്റായ സകല അന്ധവിശ്വാസങ്ങളെയും വലിച്ചെറിയാൻ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. ഒരു കറുത്ത പൂച്ച ചാടിയതിന്റെ പേരിൽ നമ്മുടെ യാത്ര മുടങ്ങൂല. 13 എന്നുള്ള നമ്പർ കണ്ടാൽ നമ്മൾ ഞെട്ടൂല. ഒരു ദിവസം യാത്രക്കിറങ്ങുമ്പോ ആ ദിവസം മോശമായി നമുക്കൊരു തോന്നലുണ്ടാവില്ല. എപ്പോഴാണ് സംഭവിക്കുക? നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം ശരിയായി കയറുമ്പോഴാണ്. അതാണ് മഹാരഥന്മാരായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന, ഒരു മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അതിൽ നിന്ന് പുണ്യം കിട്ടുന്ന, അതിൽ നിന്ന് രോഗശമനം കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അശ്ശിർക്കു യുശത്തിത്തുൽ ഖൽബ, ഹൃദയങ്ങളെ ശിഥിലമാക്കുന്ന വിശ്വാസമാണ് ശിർക്ക്. അവന്റെ ടെൻഷനുകളും ആദികളും ഉത്കണ്ഠകളും വർദ്ധിപ്പിക്കുന്നതായിരിക്കും അവന് ശിർക്ക് സംഭവിക്കുമ്പോ. എപ്പോഴും പരിഭ്രാന്തിയിലായിരിക്കും. അവൻക്ക് നഹ്സിന്റെ പേടി ഉണ്ടാകും, അവൻക്ക് കറുത്ത പൂച്ചനെ പേടിയുണ്ടാകും, ഒറ്റ മൈനനെ കാണുമ്പോ ബേജാറുണ്ടാകും. അങ്ങനെ എന്തിലും ഏതിലും അവന്റെ ജീവിതം, അല്ലെ, എത്ര സുന്ദരമായ ഒരു മനോഹരമായ വീടുണ്ടാക്കി, ആ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നില്ല, വെളിച്ചല്ല. നമ്മൾ ആ വീടിനെ കുറിച്ച് എന്താണ് പറയാ എന്നതുപോലെയാണ് നല്ല വിശാലമായ ഈ ഹൃദയത്തിനകത്തേക്ക് തൗഹീദിന്റെ വെളിച്ചം കയറാതെ പോയാൽ ഇരുട്ടാണ് അവന്റെ ജീവിതം. എല്ലാം കൊണ്ടും അവന് ഭയത്തിലും ബേജാറിലുമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച തൗഹീദിന്റെ മനുഷ്യന്റെ മുമ്പിൽ എന്ത് കൂരിരുമ്പുകൾ തറക്കുന്ന പ്രതിസന്ധി വന്നാലും അവൻ തവക്കുലാക്കും. ഇതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്, ഇതെനിക്ക് പടച്ചോൻ തന്നതാണ്, ഇത് പടച്ചോൻ കരകയറ്റാൻ സാധിക്കുന്നവനാണ്. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ,
ഇത് അള്ളാന്റെ തീരുമാനത്തിൽ രേഖയിലുള്ളതാണ്, അള്ളാനെ കൊണ്ട് സംഭവിച്ചതാണ്. അവനാണ് നമ്മുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാനെ തവക്കുലാക്കിക്കോ. ചരട് വേണ്ട, ഏലസ് വേണ്ട, ഐക്കല്ല് വേണ്ട, ഹോമങ്ങൾ വേണ്ട, ജപങ്ങൾ വേണ്ട. പടച്ചോനിൽ തവക്കുലാക്കി നീ നിന്റെ പ്രയാസങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ നോക്കിക്കോ. ഏതൊക്കെ പരാജയങ്ങളിലും നഷ്ടങ്ങൾ സംഭവിച്ചാലും തളരാത്ത ഒരു മനസ്സിന്റെ ഉടമയാകാൻ തൗഹീദ് സ്വീകരിച്ച ഒരു വ്യക്തിക്കാണ് സാധിക്കുക. ഒരു മനുഷ്യൻ ഈ യഥാർത്ഥ പ്രവാചകന്മാര് പഠിപ്പിച്ച തൗഹീദ് എന്ന നിർഭയത്വത്തിന്റെ സന്ദേശം പഠിക്കാതെ പോയാൽ, ഉൾക്കൊള്ളാതെ പോയാൽ അന്തമില്ലാത്ത ഭയമാണ് അയാളെ വേട്ടയാടുക. എന്തിനും ഏതിനും പേടിയായിരിക്കും. ഒരു കച്ചവടത്തിലും അയാൾക്ക് ശരിക്കും ഇറങ്ങാൻ കഴിയില്ല. അയാൾക്കൊരു വീട് പണി ശരിക്കും തുടങ്ങാൻ പറ്റൂല. 100 കൂട്ടം പൊല്ലാപ്പുകളായിരിക്കും. സൃഷ്ടികളുടെ അടിമത്തത്തിൽ വീഴും. മനസ്സമാധാനമില്ലാതെ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ അയാൾ ചെയ്ത കർമ്മങ്ങൾ മൊത്തം നിഷ്ഫലമാകും, പരലോകത്ത് സ്വീകരിക്കപ്പെടാതെ പോകും. അയാൾ ഒരുപാട് പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ നിലവാരം തകർച്ചയാകും. പരലോകത്ത് ശാശ്വതമായ പരാജയം, മാനസികമായ അങ്ങേയറ്റത്തെ കുടുസത, എന്തിനേറെ സാമ്പത്തികമായി ഒട്ടേറെ ചൂഷണങ്ങൾക്ക് ഈ മനുഷ്യന്മാരെ വിധേയരാക്കും. ഒരു മുടിവെള്ളം കൊണ്ടുവന്ന് കേരളത്തിൽ 10,000 രൂപക്ക് കുടിപ്പിച്ചത് നമ്മുടെ കേരളത്തിലാണ്. ആളുകളെ സാമ്പത്തികമായി ദിക്റിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ, മഖാമുകളുടെ പേരിൽ, ദർഗകളുടെ പേരിൽ, ഉറൂസിന്റെ പേരിൽ സാമ്പത്തികമായി ലക്ഷങ്ങളാണ് ആഴ്ചകൾക്കുള്ളിൽ വാരിക്കൂരി കൂട്ടിക്കൊണ്ടുവന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റും. ഈ തൗഹീദ് നഷ്ടപ്പെട്ടാൽ മരിക്കുന്ന സമയത്ത് പരിഭ്രാന്തിയോടെ ആകെ ഹാലളകിയ അവസ്ഥയിൽ പിടുത്തം കിട്ടാത്ത മരണമായിരിക്കും ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുക. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഹക്കിന്റെ കൂടെ ജീവിച്ചോ. ലഖദ് ജഅനാകും ബിൽ ഹഖി. നബിയെ, നിങ്ങളെ ഒരു ഹക്കുമായിട്ടാണ് നിയോഗിച്ചയച്ചിട്ടുള്ളത്. വലാകിന്ന അക്സറകും ലിൽ ഹഖി കാരിഹൂൻ. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഹക്കിനോട് വെറുപ്പായിരിക്കും. എത്ര കറക്റ്റാ! സത്യവുമായിട്ടാണ്, തൗഹീദുമായിട്ടാണ് അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചത്. സത്യത്തിനോട് ഭൂരിഭാഗം ആളുകൾക്കും എതിർപ്പും വിമർശനങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ സത്യത്തിനെ വിടാതിരിക്കണം. സത്യം മുറുകെ പിടിച്ചോ, സത്യത്തിനെ കൈവിടേണ്ട. ആളുകൾ ആരൊക്കെ നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ സത്യത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന വ്യത്യസ്തങ്ങളായ അവസ്ഥകളും വിശ്വാസങ്ങളും വ്യത്യസ്തങ്ങളായ ഘടകങ്ങളും ഇന്ന് നമ്മുടെ പ്രദേശത്ത് കണ്ണൂരും ചക്കരക്കല്ലും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇത് കേൾക്കാതെ പഠിക്കാതെ പോയ ഒരുപാട് ആളുകൾ വീണ് ചതിക്കുഴിയിൽ അകപ്പെട്ടുപോയി. ജീവിതം നഷ്ടപ്പെട്ടവരുടെ കഥനകഥകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സഹോദരി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്താമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. അവർ ഒരു ദീനിന്റെ ആളുകളായിരുന്നു. എന്താണ് അവർ ദീനാണെന്ന് പറഞ്ഞത്? ദിവ്യഗർഭമുണ്ടാക്കി തരുന്നയാളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് പോയത്. സൂഫിസം നമ്മുടെ നാട്ടിൽ അങ്ങേയറ്റത്തെ അല്ലാതെ ആളുകളുടെ വീടുകളുടെ അകത്തേക്ക് കയറി വന്നൊരു കാലമാണ്. ഹിജ്റ 3ലും 4ലും നൂറ്റാണ്ടുകളിലുമാണ് ഈ സൂഫിസം എന്ന ധാര നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ലോകത്ത് കടന്നു വന്നത്. തസവ്വുഫ് എന്നാണ് അറബിയിൽ പറയാം. അങ്ങനെ ഒരു വാക്ക് ഹദീസിലുമില്ല, ഖുർആനിലുമില്ല. ഇവർ ദീനിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യേകമായ ചില രീതികളും വേഷങ്ങളും അതുപോലെ തന്നെ ദിക്റുകളും ഒക്കെ ഉണ്ടാക്കി ഇവർ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ദീനിന്റെ വക്താക്കളായി മാറുകയാണ്. ആ സൂഫിസത്തിന്റെ ഉള്ളിലൂടെ പിന്നെ കടന്നു പോകുന്നത് ത്വരീഖത്തുകളിലേക്കാണ്. ഇവിടെയാണ് വിശ്വാസികൾ പഠിക്കേണ്ടത്. എന്താണ് ഇതിന്റെ അകത്തുള്ള ഈ പുറത്ത് കാണുന്ന അവരുടെ പാട്ടും പുറത്ത് കാണുന്ന അവരുടെ ദിക്റൊന്നുമല്ല സൂഫിസം എന്ന് തിരിച്ചറിയാത്ത മനുഷ്യന്മാര് എത്ര പേരാണ് അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായി 2 ഷെയ്ഖുമാരുണ്ടാകും. ഒന്ന് ഷെയ്ഖ് മുരീദ് എന്നും ഒന്ന് ഷെയ്ഖ് മുറബി എന്ന് പറഞ്ഞ ആളുണ്ടാവും. ഷെയ്ഖ് മുരീദ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ക്രമേണ അയാൾ പതുക്കെ വളർന്ന് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് തുടങ്ങിയ പിന്നെ ഷെയ്ഖ് മുറബിയായിട്ട് മാറും. ആദ്യം ഇയാള് ഫക്കീർ ഒരു ഷെയ്ഖിനെ തേടി അലഞ്ഞു നടക്കുന്ന അവസ്ഥയ്ക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ കിട്ടണമെന്ന് ഇങ്ങനെ തെരഞ്ഞു നടക്കും. എന്നിട്ട് പോയിട്ട് ഈ ഷെയ്ഖിന് പോയിട്ട് ഇയാൾ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്യും. പിന്നെ ഇയാൾ മുരീദായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഷെയ്ഖിന് ഇന്ന് ഭാര്യനെ പോയി തൊലാക്ക് ചെല്ലണമെന്ന് ഷെയ്ഖ് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കും. നിന്റെ ഭാര്യനെ എനിക്ക് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കണം. എന്തും ചെയ്യണം.
മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കടത്തിയ പോലെയാണ്. അയാൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് സൂഫിസം കൊടുക്കുന്നത്. അവിടുന്നും കരകയറാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നമ്മുടെ യഥാർത്ഥ തൗഹീദിന്റെ നേർവിപരീതമാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം അവര് മനസ്സിലാക്കിയത് അല്ലാഹയല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമില്ല. എന്ത് ചെയ്യുന്നതും അല്ലാഹയാണ് ലക്ഷ്യം. അവർ ചെയ്യുന്നതിന് അവർ നരകമോചനം ഒരു ലക്ഷ്യമല്ല, അല്ലാഹയാണ് നമ്മുടെ ലക്ഷ്യം. എന്തും ചെയ്യുന്നതൊക്കെ അതാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒന്നില്ല. കല്ലല്ലയാണ്, ഞാൻ അല്ലാഹയാണ്, നീ അല്ലാഹയാണ്, മരമല്ലയാണ്, എല്ലാം അല്ലാഹയാണ്. അങ്ങനെ കടന്ന് കയറി വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറി അല്ലാഹുവിനെ പറ്റി പോലും അവരുടെ വിശ്വാസം ലോകത്തുള്ളതെല്ലാം വഹദത്തുൽ വജൂദ്, എല്ലാം അല്ലാഹയാണ്. ഇതാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനം. ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. ആളുകൾ ഇങ്ങനെ കാണുമ്പോ ആ വേഷം, ആ പാട്ടും, ആ ഗസലൊക്കെ കേട്ട് നോക്കുമ്പോ ഇതാണ് ഇസ്ലാം എന്ന് കേട്ട് ധരിച്ചു പോവുക. ഇത് മാത്രല്ല, റസൂലിനെ കുറിച്ച് പോലും സൂഫികളുടെ കിതാബിൽ ബസ്താമി എഴുതി വെക്കുകയാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷെയ്ഖിന്റെ ദർജയിലേക്ക് പോലും എത്താത്ത വ്യക്തിനാണ്. അഥവാ റസൂലിനേക്കാൾ ദർജയാണ് ഷെയ്ഖിന്. ഔലിയാക്കന്മാരെ പറ്റി എന്താ വിശ്വാസം? നബിമാരെക്കാൾ ഫള് കൂടുതലാണ് ഔലിയാക്കന്മാർക്ക്. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറയുടെ മേലെയാണ് സൂഫിസത്തിന്റെ വിശ്വാസങ്ങൾ എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഫിർഔനെ കുറിച്ച് എന്താണ് വിശ്വാസം? ഫിർഔൻ യഥാർത്ഥ സ്വർഗാവകാശിയാണ്. അവർക്ക് അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞല്ലോ. ഫിർഔന് റബ്ബിൽ ലയിച്ചവനാണ്. അതാണ് അവരുടെ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സൂഫിസത്തിലൂടെ ഒന്നുകൂടി ദർജ കൂടി വരികയാണ് നമ്മുടെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ത്വരീഖത്തുകൾ. നമ്മുടെ പരിസരങ്ങളിൽ കിടക്കുന്ന പല പോസ്റ്ററുകളും പല മെസ്സേജുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, പ്രാദേശിക ചാനലുകളിലൊക്കെ വന്നിരിക്കുന്ന വാർത്തകളിൽ നമ്മുടെ പ്രദേശത്തും ത്വരീഖത്തുകൾ വ്യാപിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു ത്വരീഖത്തിൽ മെമ്പറാകണം. ഒരേ ഒരൊറ്റ ത്വരീഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു തട്ടിപ്പുണ്ടാവില്ല, അതിലൊരു തരികടണ്ടാവില്ല. അത് യഥാർത്ഥ ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ത്വരീഖത്താണ്. ആ മാർഗം വിട്ടുകൊണ്ട് പിഴച്ച നാനാവിധ ഭക്തി പ്രസ്ഥാനങ്ങൾ നമ്മുടെ പരിസരത്തുകൂടെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖായിട്ടും മുറബ്ബിയായിട്ടും ഒരുപാട് നിബന്ധനകൾ കയറി വരികയാണ്. ഹിജ്റ 6-7 നൂറ്റാണ്ടുകളിലാണ് ഇത് വ്യാപിച്ചത് ലോകത്ത്. പ്രധാനമായി ഖാദിരിയ, റിഫാഇയ, അഹ്മദിയ, ബുർഹാനിയ എന്നീ ത്വരീഖത്തുകളാണ് ലോകത്തുള്ളത്. അതിന് പുറമെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിന്റെ ശാഖകളായി ആലുവ ത്വരീഖത്ത്, സിക്കന്ദറ ത്വരീഖത്ത്, തിജാനി ത്വരീഖത്ത്, ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരു ത്വരീഖത്തിൽ കിടക്കുന്ന വ്യക്തി മറ്റൊരു ത്വരീഖത്തിനോട് മിണ്ടൂല. ഒരു ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തി മറ്റൊരു ത്വരീഖത്തുകാരൻ കല്യാണം കഴിച്ചു കൊടുക്കൂല. ഭയങ്കരമായ വിരോധങ്ങളുടെ, ശത്രുതയുടെ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്ന വ്യത്യസ്ത തലങ്ങളിലാണ് ഇവർ പോകുന്നത്. ഞാൻ എന്റെ വാക്കല്ല, നിങ്ങൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഇബ്നു അറബി എന്ന് പറയുന്ന ഒരു ത്വരീഖത്തുകാരൻ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ഞാൻ ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനി 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 എന്നാണ്. അള്ള പരിശുദ്ധനാണ് എന്നല്ല, ഞാനും അള്ളയാണ്, അവനും അള്ളയാണ്. ഞാൻ സുബ്ഹാനി, ഞാൻ പരിശുദ്ധനാന്ന് പറഞ്ഞാൽ തന്നെ അള്ള പരിശുദ്ധനാണ്. ഇങ്ങനെ മനുഷ്യന്മാരെ അങ്കലാപ്പിലേക്ക് തള്ളിവിടുന്ന, എന്തിനേറെ ത്വരീഖത്തിന്റെ ആ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയാൽ മദ്യപിക്കുന്ന ഷെയ്ഖ്, വ്യഭിചരിക്കുന്ന ഷെയ്ഖ്, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഷെയ്ഖ്, ചുരുട്ടു വലിക്കുന്ന ഷെയ്ഖ് ഒന്നും ഹറാമല്ല. അയാൾ അല്ലാഹുവിൽ ലയിച്ചു എന്നാണ് ഈ പിഴച്ചവരുടെ പഠിപ്പിക്കൽ. ഇസ്ലാമിന്റെ അടിത്തറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹറാമുകൾ പോലും ഹലാലാക്കി മാറ്റിക്കൊടുക്കുന്ന പിഴച്ച ത്വരീഖത്തുകൾ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരുത്താനും പറയാനും പഠിപ്പിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഈ സൂചനകൾ നൽകിയത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് തീജാനി എന്ന് പറയുന്ന ഒരു ത്വരീഖത്താണ്. ഈ ത്വരീഖത്തുകാരുടെ വിശ്വാസം അങ്ങേയറ്റത്തെ പിഴവിന്റെ മാരകമായ വേർഷനാണ്. അതാണ് ഇബ്രാഹിം നബിനെ ആക്ഷേപിക്കുക, ഇസ്മായിൽ നബിനെ ആക്ഷേപിക്കുക, അതുപോലെ തന്നെ ബദരീങ്ങളെ മോശമാക്കി സംസാരിക്കുക. ഇങ്ങനെ ഒട്ടനേകം. എന്തിന്? അവർ ചൊല്ലുന്ന പുതിയ സ്വലാത്ത്, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തിൽ അവർക്ക് വേറെ സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ്.
നമ്മുടെ ഉമ്മമാരൊക്കെ ഇരുന്ന് പുണ്യത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹു ലിമാ ഖലഖ വൽ ഖാതിമു ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ബിൽ ഹാദി എന്നൊക്കെ പറഞ്ഞ് ചൊല്ലുക. എന്താണ് ആ സ്വലാത്തിനെ പറ്റി പഠിപ്പിച്ചെന്നറിയോ? 60,000 പ്രാവശ്യം ഖുർആൻ ഓതുന്നതിനേക്കാൾ പുണ്യമുണ്ട് ഇത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. പിന്നെ ആരെങ്കിലും അള്ളാന്റെ ഖുർആനിക്ക് പോവോ? 60,000 പ്രാവശ്യം ഖുർആൻ ഓതുന്നതിനേക്കാൾ മഹത്വവും പ്രതിഫലമുണ്ട് ഇവർ കൊണ്ടുവന്ന ഈ ത്വരീഖത്തിന്റെ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയാൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ത്വരീഖത്തിലെ ശൈഖിനെ പോയി കണ്ട സ്വർഗം കിട്ടും. അവൻ കാഫിറായാ പോലും കണ്ടാ മതി, നോക്കിയാ സ്വർഗം കിട്ടും. അദ്ദേഹത്തിന്റെ മുൻ മാതാക്കളും പിതാക്കളും മുഴുവൻ മുരീദന്മാരെല്ലാവരും സ്വർഗത്തിലാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന വികലവാദങ്ങൾ നമ്മുടെ നാടിന്റെ ഉള്ളിൽ നമ്മുടെ നിർഭയത്വം കളയുന്ന വികല വിശ്വാസങ്ങൾ പെരുക. ഷീഇസം ഷിയാക്കൾ ലോകത്തുണ്ടാക്കിയ ഫിത്നയുടെ ശർറ് എത്രയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഏറ്റവും പിഴച്ചവരായ റാഫിളകളെക്കാൾ തെമ്മാടികളായ ഒരു വിഭാഗമില്ല. ഷിയാക്കളെ കുറിച്ചാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അല്ലദീ യശ്തമു അസ്ഹാബുൻ നബി ലൈസ ലഹു നസീബുൻ ഫിൽ ഇസ്ലാം. നബിനെയും സ്വഹാബത്തിനെയും വിമർശിക്കുന്ന ആക്ഷേപിക്കുന്ന ഒരുത്തനും ഇസ്ലാമിൽ റോളില്ല. ഒരു മുസ്ലിം എന്നതിൽ റോൾ അവർക്കില്ല. ഇതാണ് നമ്മളെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അഹ്ലുബൈത്തുകാരെ സ്നേഹിക്കുന്നു എന്ന പേര് പറഞ്ഞ അഹ്ലുബൈത്തിനോട് കാപട്യം കാണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുതാക്കുക, അലി റളിയല്ലാഹു അൻഹുവിനെ നബിനേക്കാൾ ഉയർത്തുക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മോശക്കാരനാക്കുക, നബിയുടെ മക്കൾ നബിക്കുള്ളതല്ല എന്ന് വാദിക്കുക, ഫാത്തിമ റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കുക, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതാണെന്ന് കർബലയിൽ എന്ന് വാദിച്ചു നടക്കുക. ഈ സ്വഹാബത്തിനെ മുഴുവൻ കാഫിറാക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നടത്തി ഈ ലോകത്ത് നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ ആ മനുഷ്യ ഉമർ റളിയല്ലാഹുവിന്റെ കൊലയാളിക്ക് ഷുജാഇ ബാബ എന്ന് എഴുതിയിട്ട് ദർഗയുണ്ടാക്കി പൂജിക്കുന്നവരാണ് ഷിയാക്കൾ. ഇവരെ എങ്ങനെയാണ് നമ്മൾ മഹത്വവൽക്കരിക്കുക? ഇവരെ എങ്ങനെയാണ് നമ്മൾ ഷഹീദായി പ്രഖ്യാപിക്കുക? ഈ ജൂദായിസത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചു, ഹദീസുകളെ തള്ളി, സ്വഹാബത്തിനെ മോശക്കാരാക്കി, ചരിത്രത്തെ വക്രീകരിച്ചു. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആനല്ല, 17,000 ആയത്തുള്ള ഉസൂലുൽ കാഫി എന്നറിയപ്പെടുന്ന ഗ്രന്ഥമായ ഞങ്ങളുടെ ഖുർആനാണ് ശരിക്കുള്ള ഖുർആൻ എന്ന് ഷിയാക്കൾ ലോകത്ത് പറഞ്ഞു നടന്നു. ഈ വിശ്വാസങ്ങളെ, ഈ നിലക്കുള്ള അബദ്ധങ്ങൾ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ഗൗരവത്തോടെ കാണേണ്ടതും പഠിക്കേണ്ടതുമായ പലതുമുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി വരുന്ന ഞായറാഴ്ച ചക്കരക്കല്ല് ഗോകുലം കല്യാണ മണ്ഡപത്തിന്റെ പരിസരത്ത് വെച്ച് മണ്ഡലം സമ്മേളനം നടക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ഈ നാടിന്റെ സമൂഹത്തിന്റെ പൾസറിഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരണങ്ങൾ നൽകും. ഇൻഷാ അല്ലാഹ് അത് മുസ്തഫ മദനിയും മുനീർ നജാത്തിയും ഒക്കെ പങ്കെടുക്കുന്ന നമ്മുടെ ഒരു വിജ്ഞാന സദസ്സിൽ, ഒരു പഠന സദസ്സിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബമൊക്കെ പഠിക്കണമെന്ന താല്പര്യത്തിൽ വരണം. സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാതിരിക്കുന്നത് നമ്മൾ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്. അതിനേക്കാൾ വലിയ ഒരു ചാരിറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കി ജീവിക്കുന്ന, സത്യത്തിന്റെ കൂടെ നിലകൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ക്രമീകരിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പവിത്രമായ 4 മാസങ്ങൾ, ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും അടക്കമുള്ള പവിത്ര മാസങ്ങളിൽ ദുൽഖഅദയിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് മാസപ്പിറവി കാണാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതോടെ ദുൽഹിജ്ജ ആരംഭിക്കാൻ പോവുകയാണ്. ഉദ്ഹിയ്യത്തിൽ പേര് കൊടുത്ത അതിൽ പങ്കെടുക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അവരുടെ തലമുടി നീക്കം ചെയ്യാനും നഖം മുറിക്കാനൊക്കെയുള്ള
ലാസ്റ്റ് സമയമാണ് എന്നുള്ള സൂചന. പിന്നീട് ഉളുഹിയത്ത് കഴിഞ്ഞെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സമയത്തുള്ളത്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 1 പിറന്നു കഴിഞ്ഞാൽ സഹാബത്ത്, സലഫുകൾ, മുൻഗാമികൾ ആ ദിവസങ്ങളെ കണ്ട ഒരു സവിശേഷതയുണ്ടായിരുന്നു. അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകൽ സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പകലാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പകൽ സമയങ്ങൾ. നമ്മൾ റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളെ കുറിച്ച് എന്താ വിശ്വസിച്ചത്? അഫ്ളലാക്കപ്പെട്ട രാത്രികൾ എന്നാണെങ്കിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. ആ 10 രാത്രികളെ കുറിച്ച് പറഞ്ഞ 10 ദിവസങ്ങളാണ്, 10 പകലുകളാണ് എന്നും അത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണെന്നും തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖനായ താബഈ പണ്ഡിതൻ ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് പറയാണ്, വ അയ്യാമു അശ്റദിൽ ഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ കുല്ലുഹാ ശരീഫത്തുൻ മുഫല്ലലത്തുൻ, എല്ലാ ദിവസവും ശ്രേഷ്ഠമായ പുണ്യകരമായ ദിനങ്ങളാണ്. യുളാഫുൽ അമലു ഫീഹാ, ഒരു മനുഷ്യൻ ചെയ്യുന്ന എന്ത് ചെറുതായാലും എത്ര ചെറുതായാലും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. വയുസ്തഹബ്ബുൽ ഉദ്ഹിയ ഫീഹാ അൽ ഇബാദത ഫീഹാ, ഒരു മനുഷ്യൻ ആ സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നത്, കൂടുതൽ കൂടുതൽ ഇബാദത്ത് ചെയ്യുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്, പ്രതിഫലാർഹമാണ്. എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയാണ്, തക്ബീറുകൾ അധികരിപ്പിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അധികരിപ്പിക്കുക, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കുക, സ്വദഖാത്തുകൾ അധികരിപ്പിക്കുക, അങ്ങനെ ധാരാളക്കണക്കിന്. അതിൽ പണ്ഡിതന്മാര് പറയാറുണ്ട്, വതസ്തഹബ്ബു അത്തബ്കീറ ഇലൽ ഫറായിദി, ഫറളാക്കപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണുക. നിസ്കാരം, സുന്നത്ത് നിസ്കാരം, സക്കാത്ത് കൊടുക്കാനുള്ളവര്, നോമ്പെടുക്കാൻ പറ്റുന്നവര്, അങ്ങനെ ഫറളാക്കപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൃത്യമാക്കുക. വല്ലിക്സാറു മിനൻ നവാഫിലി, സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ഇബാദത്താണല്ലോ നോമ്പൊക്കെ, അതുകൊണ്ട് കൂടുതൽ നോമ്പെടുക്കാൻ ശ്രമിക്കുക. ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, സ്വദഖാത്തുകൾ ചെയ്യുക, എല്ലാത്തിലും ഫഇന്നഹാ മിൻ അഫ്ളലിൽ അറയാൻ, അവൻ ഏറ്റവും നല്ല ശ്രേഷ്ഠമാക്കപ്പെട്ട കാര്യങ്ങളാണ്. അഫ്ളലുൽ ഖുർബാതി, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമീപ്യം ഉണ്ടാക്കാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാം. ബിത്തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദി, ഹംദും തക്ബീറും എല്ലാം ഉൾക്കൊടുത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. വൽ ഉളുഹിയ്യതി, അതോടൊപ്പം തന്നെ ഉളുഹിയ്യത്തിൽ പങ്കാളികളാവുക. അത് ഒറ്റ ദിവസം കൊണ്ടുപോയി അന്ന് പോയി പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, നേരത്തെ ഒരുങ്ങണം. കഴിഞ്ഞ ആഴ്ചയിൽ സൂചന നൽകിയിരുന്നു, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹല്ലിന്റെ കീഴിൽ നടക്കുന്ന ഉളുഹിയ്യത്തിന്റെ കാര്യത്തിൽ ഇനിയും പങ്കെടുക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ശ്രമം ഞാൻ അതിൽ ഒരെണ്ണത്തിന് മുഴുവനായി കൊടുക്കാൻ പറ്റുമോ എന്നത് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ്. ബാപ്പ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് മകൻ ഇനി ഒന്നും കൊടുക്കണ്ട, മകന് ലക്ഷക്കണക്കിന് ഉറുപ്പിക ശമ്പളമുണ്ട്, മകനും ഒന്ന് കൊടുത്തോട്ടെ. ഇത് പിശുക്കണ്ട ഒന്നല്ല, ഇത് കൊടുക്കാനുള്ളതാണ്. ഉളുഹിയ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ പോത്തിലേക്കാണെങ്കിൽ ഒരു ഷെയറിന് 8,000 രൂപയും, അതോടൊപ്പം തന്നെ ആടാണെങ്കിൽ 15,000 രൂപക്കുമാണ് നമ്മൾ മേടിക്കുന്നത്. അതുകൊണ്ട് മഹല്ലിന്റെ ഈ ഒരു സംരംഭത്തിൽ എത്രയും വേഗത്തിൽ അതിലേക്ക് പേര് കൊടുത്തെങ്കിലാണ് അതിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാവരും നേരത്തെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പള്ളിയുടെ അനുബന്ധ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെ ഒന്നുകൂടെ ഗൗരവത്തോടെ നാം കണ്ടറിഞ്ഞ് നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ശമ്പളത്തിലും നമ്മുടെ വരുമാനത്തിലുമൊക്കെ ഒരു വിഹിതം അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടി, പരിപാലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും മകമഴിഞ്ഞ് സഹായിക്കാനും സഹകരിക്കാനും ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഇനിയും വിട്ടുനിൽക്കുന്ന മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിന് ഗൗരവത്തോടെ കണ്ടുകൊണ്ട് മനസ്സറിഞ്ഞ് നല്ല സാമ്പത്തികമായ സഹായം നൽകണമെന്ന് ഈ സമയത്ത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന മണ്ഡലം സമ്മേളനത്തിലേക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ട മക്കളടക്കം എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് വൈകുന്നേരം ആരംഭിക്കുന്ന സെഷൻ വൈകുന്നേരം രാത്രി 9
9:30 വരെ നിൽക്കുന്ന ആ പ്രോഗ്രാമിലേക്ക്, വിജ്ഞാന സദസ്സിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എല്ലാവരും നിയ്യത്ത് വെച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരു താല്പര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അവൻ നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പള്ളിയുടെ അതല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സദസ്സുകളുടെയൊക്കെ പ്രേക്ഷകരായും സഹോദരങ്ങളായും പലരും നമ്മൾ രോഗികളായി വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പല സർജറികൾക്ക് വിധേയരാകുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ ഷറഫുദ്ദീൻ സാഹിബിന്റെ പിതാവ്, അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മരണം ഈമാനുള്ള മരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവെ നീ സ്വീകരിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ, മക്കളിൽ കൺകുളിർമയും ആസ്വാദനവും നല്ല അനുഭവങ്ങളും നീ സമ്മാനിക്കണേ റഹ്മാനെ. അള്ളാഹുവേ എല്ലാവിധ ഷർറുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ. നിർഭയത്വമുള്ള രാജ്യമാക്കി ഞങ്ങളുടെ രാജ്യത്തെ നീ മാറ്റി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم الف بين قلوب المسلمين على الحق. اللهم انصر دينك وكتابك وسنة نبيك يا رحمن. اللهم فرج هم المهمومين ونفس كرب المكروبين. اللهم اغفر لموتانا واشف مرضانا. اللهم انزل علينا الغيث ولا تجعلنا من القانتين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.